ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സബോള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സബോള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ, എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ സബോളൊക്കെ 2 നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ബീഫ് കറിയിലേക്ക് അധികം തക്കാളിയൊന്നും വേണ്ട. ചിലവർ തക്കാളിയൊന്നും ഇടില്ല ബീഫ് കറിയിൽ. നമ്മൾ എന്നാലും 1 ഇടുന്നുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ 2 ഇതള് പുതിന കൂടി വെച്ചിട്ടുണ്ട്. പുതിന ഇടണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വീട്ടിലുള്ള കാരണം ഒന്ന് ഇട്ടുവെന്ന് മാത്രം. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ കട്ട് ചെയ്തിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറുതായി കട്ട് ചെയ്യണേ മല്ലിയില. നമുക്ക് തക്കാളി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമ്മളെ മല്ലിയില നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ണങ്ങളായി എടുക്കും. എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, അത് ഫുള്ളായിട്ട് അടിഞ്ഞ് കിട്ടില്ല നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, എന്നാലാണ് എനിക്കറിയുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടെ എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഇപ്പോൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ പച്ചമുളകും, അതൊക്കെ കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജാറിൽ, അതാണ് കേട്ടോ മിക്സിയുടെ ജാറിൽ പൊടിയായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബീഫ് കട്ട് ചെയ്യാത്ത ബീഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാവർക്കും ബീഫ് കറി ഇഷ്ടമല്ലേ? ബീഫ് കറി ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ചോറിലേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറാട്ടയ്ക്കാണ് ബീഫ് കറി. ഇപ്പോൾ നമ്മളിന്നിപ്പോൾ നമ്മളെ ചോറിൻ്റെ കറിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ബീഫ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ്. കൊച്ചുള്ളി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി അടിച്ചെടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കൊരു കുക്കർ വെച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു കുക്കർ വെക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഏറെ ഭക്ഷണം ഉണ്ടാക്കാറ് കേട്ടോ. ചില ആൾക്കാരൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാറ്. ഇവിടെ കൂടുതൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാറ് കേട്ടോ. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സബോള വഴറ്റി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് സബോള നമുക്ക് വഴറ്റിയെടുക്കാം. സബോള ഏകദേശം സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. സബോള ഏകദേശമൊക്കെ സെറ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാണ് ഞാൻ സബോള ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിനുശേഷം അതൊരു ഏകദേശം വഴറ്റി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോഴാണ് അതിന് നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പം എല്ലാതും ഞാൻ കോരി ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മളെ കറി പൗഡറൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഗരം മസാലയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ 2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് മുളക് കുറച്ച് കൂടുതൽ ഇടും കേട്ടോ. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാലയുടെ പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടി 1 സ്പൂണും പിന്നെ ഗരം മസാലയുടെ പൊടി 1 സ്പൂണുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടി പച്ചമണം മാറിക്കോട്ടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം. എല്ലാം ഇളക്കിയിട്ടാണ് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഇടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 6 ഫിസിൽ വരെയൊക്കെ അടുപ്പിച്ചെടുക്കാം. ഇതപ്പോൾ ഒരു ഫിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബീഫൊക്കെ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും വെച്ചിട്ട് വറുത്ത് ബീഫ് കറിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് കറി വെന്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂട്ടിയിട്ട് ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ സവാളൊക്കെ വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും നമ്മളെ കറിക്കുന്നു മാത്രം. അപ്പോൾ നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലല്ലേ, അതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ സെറ്റായി ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ബീഫ് കറിയാണ്. ഏറ്റവും നല്ല കോമ്പിനേഷൻ നമുക്ക് പൊറാട്ടയ്ക്കാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സബോളയും ഒരു തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.